ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആമ്പൂർ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആമ്പൂർ ബിരിയാണി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു മുളക് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മളിതിനകത്ത് ബിരിയാണി മസാല പൗഡർ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അതിന് പകരം റെഡ് ചില്ലി പേസ്റ്റ് ആണ് ചേർക്കുന്നത്. റെഡ് ചില്ലി പേസ്റ്റ് എന്തായാലും ചേർക്കണം, എന്നാലേ ഒരു പ്രോപ്പർ ആമ്പൂർ ബിരിയാണി ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കാശ്മീർ റെഡ് ചില്ലി ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബാഡ്ഗിയ റെഡ് ചില്ലി ഇല്ലേ, അതായാലും ചേർക്കാം. ഇത് രണ്ടും നല്ല കളർ ഉണ്ടാവും. അതല്ല ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ റെഡ് ചില്ലി ഇല്ലേ, അത് ചേർത്താൽ മതി. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. ഞാനിതിപ്പോൾ ഒരു 15 എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സാധാരണ മുളകാണ് എടുക്കുന്നെങ്കിൽ അതിന് നേർപകുതി എടുത്താൽ മതി. കളർ ഉണ്ടാവില്ല, ഇതിനാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. അതാണ് ഡിഫറൻസ്. അടുത്തത് ആമ്പൂർ ബിരിയാണിനെ സ്പെഷ്യൽ ആക്കുന്നത് അതിൻ്റെ റൈസ് ആണ് കേട്ടോ. ഭയങ്കര ചെറിയ റൈസ് ആയിരിക്കും. നമ്മുടെ ബസ്മതി റൈസ് വെച്ചൊന്നും ചെയ്താൽ പ്രോപ്പർ ആവില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആമ്പൂർ ബിരിയാണി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സീരക സാമ്പാർ റൈസ് യൂസ് ചെയ്യണം കേട്ടോ. ഇത് അതാണ്. അപ്പോൾ അത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇൻകേസ് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ജീരകശാല റൈസ് യൂസ് ചെയ്യാം. എന്നാലും ഈ ഒരു അരി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ബിരിയാണി പോട്ടിലേക്ക് എണ്ണയും നെയ്യും, ഒരു 1/4 കപ്പ് എണ്ണയും നെയ്യും രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 10-12 ഉണ്ടാവും. ഗ്രാമ്പു അതേപോലെ തന്നെ അതേ റേഞ്ചിൽ തന്നെയാണ്, 10-12 ഉണ്ടാവും. പട്ട ഒരു 3 കഷ്ണവും പിന്നെ ഒരു 3 സ്റ്റാർ അനീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റ് ഉണ്ടാവും. 3 തൊട്ട് 4 ടേബിൾ സ്പൂണോളം ആവാം. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് കളറൊക്കെ മാറി വന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 ഉള്ളി ഇങ്ങനെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളർ നല്ലതുപോലെ മാറി ബ്രൗൺ കളറായി വരണം. ശരിക്കും നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഒന്ന് ഉള്ളി വറുത്തെടുക്കില്ലേ, ആ ഒരു സ്റ്റേജ് വരെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരുമിച്ച് ചേർത്ത് കൊടുക്കാറില്ല. രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മേളിൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ ആവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പേസ്റ്റിൻ്റെ പച്ചമണം കംപ്ലീറ്റ്ലി മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ചേർക്കുന്ന പേസ്റ്റുകളുടെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. ഈ ബിരിയാണിയിൽ ആ ഒരു മണം അടിക്കാൻ പാടില്ല. നമ്മൾ അല്ലാതെയുള്ള മസാലയുടെ മണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ മണം ഉണ്ടാവാൻ പാടില്ലേ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന റെഡ് ചില്ലി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ പേസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് എന്താ പറയുക, മസാലയിൽ നന്നായിട്ട് പിടിച്ച് വരും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കൻ എന്ന് പറയാം. 1 കിലോ കുറച്ച് കൂടുതലുണ്ട്, എന്നാലും 1 കിലോ ചിക്കൻ മതി. അതിൻ്റെ ഒരു അളവ് ഇത് കറക്റ്റ് ആയിരിക്കട്ടെ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ ചേർത്തതിന് ശേഷം 3 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, അതേ അളവിൽ പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയുടെ അളവ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സെയിം അളവ് തന്നെ വേണം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായി കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഇപ്പോഴേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, അടച്ചു വെച്ച് വേവിക്കണം. അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെക്കണം കേട്ടോ. വെള്ളത്തിന് അങ്ങനെ കൃത്യം കണക്ക് പറയുന്നില്ല, എന്നാലും ഞാനിവിടെ ചേർത്തേക്കുന്ന വെള്ളം, ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനും ഒന്ന് വെന്ത് വേണം. ഞാനിവിടെ അരി നേരത്തെ വേവിക്കുന്നില്ല, അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 75% എങ്കിലും ചിക്കൻ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വേവിക്കുക. ഇപ്പോൾ അത്യാവശ്യം ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിയുള്ള തൈരല്ല, പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. തൈര് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ടങ്ങ് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടില്ലേ വെള്ളം, അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ അരി എടുക്കുന്ന കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഏത് കപ്പ്
കപ്പിലാണെങ്കിലും ആ ഒരു കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഗ്ലാസ്സിലാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് വരണം ഇനി. അപ്പോൾ അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇപ്പുറത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തു. ഞാനിവിടെ കുതിർത്തിട്ട് അത് മാറ്റി വെച്ചേക്കായിരുന്നു. വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചേക്കാണ്. 30 മിനിറ്റ് കൂടുതലൊന്നും അരി വെള്ളത്തിൽ ഇട്ട് വെക്കണ്ട. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചേക്കായിരുന്നു. ഇവിടെ വെള്ളം തിളച്ച സമയത്ത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സാക്ട് ടൈമർ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ് മാത്രമേ തിളപ്പിക്കാവൂ കേട്ടോ. അതിൽ കൂടുതൽ തിളപ്പിക്കരുത്. 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി അരി. ആ അരി നേരെ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ വെന്ത് വരുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 3 മിനിറ്റ് കൂടുതലൊന്നും അരിയിട്ട് വേവിക്കരുത്. അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാനിവിടെ വാച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം അരിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ ഓൾറെഡി ഒരു കണക്ക് വെച്ചിട്ടാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല. അരിയിലൊട്ടും വെള്ളം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അരിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ചെറുതായിട്ട് ഇളക്കി എടുക്കുക. ഒരുപാടിട്ടങ്ങ് ഇളക്കണ്ട. ഈ മസാലയൊക്കെ അരിയിലൊന്ന് പിടിച്ചിട്ടണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര അങ്ങ് മിക്സ് ചെയ്ത് കുഴച്ച് വാരി എടുക്കേണ്ട ആവശ്യമില്ലേ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ്സ്, മിനിമം ഒരു 15 മിനിറ്റ്സ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു കുക്കറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. എൻ്റെ ഈ ബിരിയാണി പോട്ട് ഉണ്ടല്ലോ, കറക്റ്റായിരുന്നു. അത് അതിൻ്റെ ലെവല് മാക്സിമം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല റൈസാണ് കേട്ടോ. ഭയങ്കര പൊടി റൈസാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടൊരു റൈസാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. ഞാനത് ഉണ്ടാക്കിയതിന് ശേഷം ജിജുവേട്ടൻ തന്നെ കൊടുത്തു. കാരണം ഈ റൈസ് ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എക്സാക്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൾ കഴിച്ചിട്ട് പറഞ്ഞ് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഉറപ്പായിട്ട് ഈ മെഷർമെൻറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആമ്പൂർ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ടാറ്റാ.